എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിലെ പഞ്ചാംഗത്തിലെ നിത്യ യോഗങ്ങൾ അല്ലെങ്കിൽ നാമനിത്യ യോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നക്ഷത്രങ്ങൾ പോലെ 27 നക്ഷത്രങ്ങൾ പോലെ 27 നിത്യയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജാതകം നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കണം. കാരണം നാള് നക്ഷത്രം, നമ്മളുടെ കരണം, നിത്യയോഗം, തിഥി, ഇതൊക്കെ എല്ലാം നമ്മൾ ചേർത്ത് നോക്കിയാൽ ആഴ്ച ഇതെല്ലാം നമ്മൾ ചേർത്ത് നോക്കിയിട്ട് വേണം ഫലങ്ങൾ പറയാൻ. കാരണം ഓരോ തിഥിയിലും ജനിക്കുന്നതിന് ഒരു ഫലമുണ്ട്, ഓരോ നിത്യയോഗത്തിൽ നമ്മൾ ജനിക്കുന്നതിനും ഫലമുണ്ട്. അതുപോലെ നക്ഷത്രം, നാള്, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓരോ ഫലങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചില തിഥികൾ മോശമായിരിക്കും. സപ്തമി തിഥിയൊക്കെ മാരേജിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ദശമി, നവമി, അഷ്ടമി, ഇതൊക്കെ ഈ തിഥികളൊക്കെ കുറച്ച് പ്രോബ്ലംസ് തരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. അപ്പം ഇതിനെ ഈ നാമയോഗത്തിലെ യോഗിയും അവയോഗിയും എന്ന് നിങ്ങൾ ചില കമ്പ്യൂട്ടർ ജാതകത്തിലൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകും. യോഗി നക്ഷത്രം, അവയോഗി നക്ഷത്രം നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? തിഥികൾ കൊടുക്കുന്നത് പോലെ, കരണം കൊടുക്കുന്ന പോലെ ഈ ഒരു നിത്യയോഗത്തിൻ്റെയും ഇത് നക്ഷത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ആ ഗ്രഹം നമുക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിനാണ് ഈ യോഗിയും അവയോഗം. അപ്പം യോഗി നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ലത് ചെയ്യും. അപ്പോൾ അവയോഗിയായിട്ടുള്ളതാണെങ്കിൽ ആ തരത്തിലുള്ള കാരകത്വങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ വളരെ ശ്രദ്ധിച്ചു പോയാൽ മതി. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം ആദ്യത്തെ യോഗം തന്നെ വിഷ്കംഭം. ഞാൻ ഒന്ന് എടുത്തു. വിഷ്കംഭ നാമയോഗം എന്നാണ്. അതിൻ്റെ യോഗി പൂയം നക്ഷത്ര, തിരുവോണം അവയോഗി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ അടുത്തത് പ്രീതി, രണ്ടാമത്തത് അത് ആയില്യം യോഗി, അവിട്ടം അവയോഗി. അടുത്തത് ആയുഷ്മാൻ വരുന്നുണ്ട്. ആയുഷ്മാൻ മഹം യോഗിയും ചതയം അവയോഗിയുമായി വരുന്നുണ്ട്. അതുപോലെ സൗഭാഗ്യം, പൂരം നക്ഷത്രം യോഗി, പൂരുരുട്ടാതി അവയോഗി. ഇത് നിങ്ങൾ യൂട്യൂബിലൊക്കെ തേടിയാലും കിട്ടും. അതുപോലെ അത് മാത്രമല്ല, അതായത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബേസിക് പഠിക്കുമ്പോഴൊക്കെ ഇത് പറഞ്ഞു തരാറുണ്ട്. അടുത്ത ശോഭന. അപ്പോൾ അപ്പം ഇങ്ങനെ എഴുതിയാൽ പൂയമായില്ല, പൂയത്തിൽ നിന്ന് തുടങ്ങുന്ന പുണർദം വരേക്കും യോഗി, ഈ 27 നക്ഷത്രങ്ങൾക്ക് യോഗിയായി വരും. തിരുവോണം തൊട്ട് ഉത്രാടം വരേക്കും അവയോഗിയായിട്ട് വരും. അപ്പം അങ്ങനെ എഴുതിയാൽ മതി നിങ്ങൾ. ശോഭനത്തിന് ഉത്രം യോഗി, ഉത്രട്ടാതി അവയോഗിയായിട്ട് വരും. അതുപോലെ അധികണ്ഠം. അപ്പം അധികണ്ഠം എന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു യോഗമാണ്, നിത്യയോഗമാണ്. അത്ത നക്ഷത്രം യോഗിയായിട്ടും രേവതി അവയോഗിയായിട്ടും വരും. അതുപോലെ സുകർമ്മം, അടുത്ത 7ാമത് സുകർമ്മം, ചിത്തിര യോഗി, അശ്വതി അവയോഗി. അടുത്തത് ധൃതി, അത് ചോതി യോഗി, ഭരണി അവയോഗി. അടുത്ത ശൂലം, വിശാഖം യോഗി, കാർത്തിക അവയോഗി. അടുത്തത് ഖണ്ഡം, നമ്മളൊന്ന് അധികണ്ഠം കണ്ടു. അടുത്ത 10ാമത്തത് ഖണ്ഡം, അത് അനിഴം യോഗി, രോഹിണി അവയോഗി. അടുത്ത വൃദ്ധി, അത് കേട്ട യോഗി, മഹൈരം അവയോഗി. അടുത്ത ധ്രുവം, 12ാമത്തത് ധ്രുവം, മൂലം യോഗി, തിരുവാതിര അവയോഗി. അടുത്ത വ്യാഘതം, 13ാമത്തത് പൂരാടം യോഗി, പുണർദം അവയോഗി. 14 ഹർഷണം, അതൊരു ബുദ്ധിശാലി യോഗമാണ്, ഹർഷണം. ഇപ്പോൾ ഉത്രാടം യോഗി, പൂയം അവയോഗി. അടുത്തത് 15ാമത്തെ വജ്രം, തിരുവോണം യോഗി, ആയില്യം അവയോഗി. 16ാമത്തെ സിദ്ധിയോഗം, അത് അവിട്ടം യോഗി, മഖം അവയോഗി. അടുത്തത് വ്യാധി, 17ാമത്തത് വ്യാധിപാദം. ഇതെല്ലാം കർമ്മവിനകളെ പറയുന്നതാണ്. വ്യാധിപാദം, അത് ചതയം യോഗി, പൂരം അവയോഗി. അടുത്ത 18ാമത്തത് വര്യാൻ, പൂരുട്ടാതി യോഗി, ഉത്രം അവയോഗി. 19ാമത്തത് പരീകം, ഇതിലും പ്രോബ്ലം ഉള്ളതാണ് പരീകം. ഉത്രട്ടാതി യോഗി, അത്തം അവയോഗി. 20ാമത്തത് ശിവം, രേവതി
യോഹി ചിത്തിര അവയോഹി. 21 സിദ്ധം അശ്വതി യോഗി ചോതി അവയോഹി. 22 സാധ്യം സാധ്യം ഭരണി യോഗി വിശാഖം അവയോഹി. 23 ശുഭം അത് കാർത്തിക യോഗി അനിഴം അവയോഹി. 24 ശുഭ്രമം മാരേജിന് പ്രോബ്ലം വരുന്നതാണ് ശുഭ്രമം. അത് രോഹിണി യോഗി കേട്ട അവയോഹി. 25 ബ്രാഹ്മ്യം അതൊരു ശുഭയോഗമാണ്. മഹൈരം യോഹി മൂലം അവയോഹി. 26 മഹേന്ദ്രം അത് സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കും. മഹേന്ദ്രം അത് തിരുവാതിര യോഹി പൂരാടം അവയോഹി. 27 വൈദ്രതി അത് പുണർദം യോഗി ഉത്രാടം അവയോഹി. ഇത് ചിലപ്പോൾ മലയാളത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരാം. ശോഭനത്തിന് ശോഭനാന്നോ അതികണ്ഠം എന്നായിരിക്കാം. ചിലപ്പോൾ ഖണ്ഡം എന്നുള്ളത് ഖണ്ഡായിരിക്കാം. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. വിഷ്കംഭം മുതൽ വൈദ്യുതി വരയ്ക്കുമുള്ള യോഗങ്ങൾ നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും തേടി എടുത്തിട്ട് പൂയം വിഷ്കംഭത്തിന് പൂയം ആണ് യോഹി, തിരുവോണം അവയോഹി. അപ്പം അത് മുതൽ നിങ്ങൾ പൂയം തൊട്ട് മനസ്സിലാക്കി. അത് പൂയം വരയ്ക്കും ഇന്ന് പുനർദം വരയ്ക്കും യോഹിയിൽ വരും ഈ 27 നക്ഷത്രങ്ങൾ. തിരുവോണത്തിൽ നിന്ന് ഉത്രാടം വരയ്ക്കും അവയോഹി വരും. അത് നിങ്ങൾ എഴുതി ചാർട്ട് റെഡിയാക്കി വെച്ചിട്ട് നിങ്ങളുടെ ഓരോ ജാതകത്തിൽ ആർക്കാർക്ക് എന്തൊക്കെയാണ് യോഹി അവയോഹിയായിട്ട് വരുന്നത് ആ പിന്നെ നക്ഷത്രം അല്ലെങ്കിൽ ആ നക്ഷത്ര പുള്ളിയൊക്കെ ഉണ്ട്. അതിനി കുറച്ച് കൂടെ നോക്കി ആ ഡിഗ്രിയൊക്കെ ഉണ്ട് പറയുകയാണെങ്കിൽ. പിന്നെ ആ ഗ്രഹം എവിടെ നിൽക്കുന്നു ഇപ്പം പൂയം. അപ്പം ഇതിനെ ശരിക്കും അടുത്ത ഗ്രഹങ്ങൾ പറയുന്നുണ്ട്. അപ്പം ശനി പൂയം എന്ന് പറയുമ്പോൾ വിഷ്കംഭത്തിന് പൂയം ശനിയാണ്. തിരുവോണം എന്ന് പറയുമ്പോൾ ചന്ദ്രനാണ്. അപ്പം ചന്ദ്രൻ യോഹിയായിട്ട് വരും. പൂയത്തിന് ശനി യോഹിയായിട്ട് വരും. വിഷ്കംഭത്തിന് പൂയം വരുന്നതുകൊണ്ട് യോഹിയായിട്ട് വരും. അത് ശനി യോഗിയാണ്. അതേസമയം തിരുവോണം അവയോഹി, ചന്ദ്രൻ അവയോഗിയാണ്. ഇങ്ങനെ നിങ്ങൾ ശരിക്കും അത് എടുക്കണം. ഞാനിനി അടുത്ത ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം. ഈ ഓരോ ഇതിപ്പോൾ നക്ഷത്രങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നക്ഷത്രൻ്റെ നാഥന്മാരെ നിങ്ങൾ എടുക്കണം. അതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പ്രീതി എന്ന് വരുന്നു. ആയില്യം പിന്നെ യോഗിയായിട്ട് വരുന്ന ബുധൻ യോഗിയാണ്. അവിട്ടം ചൊവ്വ അവയോഗിയാണ്. ഇങ്ങനെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങളുടെ അധിപനെ എടുത്തിട്ട് അതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കി ആ ജാതകത്തിൽ ഈ ഗ്രഹങ്ങളൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നു എന്നനുസരിച്ച് യോഗിയാണോ അവയോഗിയാണോ എന്നൊക്കെ മനസ്സിലാക്കണം. ചിലപ്പോൾ യോഗി അവയോഗി ഒരുമിച്ച് നിൽക്കും. അപ്പോൾ യോഗിയൊക്കെ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും നല്ലതാണ്. അപ്പോൾ അവയോഹി എന്ന് വരുമ്പം അവയോഗിയുടെ കാരകത്വങ്ങൾ എന്തൊക്കെ കാരകങ്ങളുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കി വിട്ടാൽ മതി. അതൊന്നും അധികം ഉപയോഗിക്കാതെ വിട്ട് കഴിഞ്ഞാൽ മതി. അത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് തന്നെ അടുത്ത ഒരു വീഡിയോയിൽ തരാം. ഇത് ചുമ്മാ ഈ നിത്യയോഗം മനസ്സിലാക്കാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു.